അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും നിയമങ്ങളിൽ ഒരു നിയമമായ അൽ ഇദ്ഗാമു ബിലാ ഗുന്നയെ സംബന്ധിച്ചാണ്. ഇതാ നോക്കൂ, ഇദ്ഗാമു ബിലാ ഗുന്നക്ക് രണ്ടക്ഷരമാണുള്ളത്. ഒന്ന് ലാ, മറ്റൊന്ന് റാ. ലാമും റാവും. തെൻവീൻ ഫതഹിൻ്റെയോ തെൻവീൻ കസറിൻ്റെയോ തെൻവീൻ ലൊമ്മിൻ്റെയോ സാക്കിനായ നൂനിൻ്റെയോ ശേഷം ലാമോ റാഓ വന്നാൽ അൽ ഇദ്ഗാമു ബിലാ ഗുന്നയാണ്. എന്ന് പറഞ്ഞാൽ ഉന്നത്ത് കൂടാതെ മണിക്കാതെ ഇദ്ഗാം ചെയ്ത് ഉച്ചരിക്കുക. ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാകും. ഇതാ, വൈലുൻ ലിൽ മുസല്ലീൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. വൈലുൻ ലിൽ മുസല്ലീൻ കണ്ടോ, ലുൻ എന്നതിൻ്റെ ശേഷം ലാമാണ് വന്നത്, മണിക്കൂല, തൻവീൻ ലൊമ്മിൻ്റെ ശേഷം. അപ്പോൾ ഇവിടെ ഇദ്ഗാം ചെയ്തുകൊണ്ട് ഓതണം. അപ്പം എങ്ങനെ ഓതുക? വൈലുൻ എന്നുള്ളതിനെ വൈലു ലിൽ മുസല്ലീൻ ആക്കുക. രണ്ട് ലൊമ്മ് വേണ്ട, ഒരു ലൊമ്മ് മതി. വൈലുൽ ലിൽ മുസല്ലീൻ മണിക്കൂല, വൈലുല്ലി മണിക്കൂല, വൈലുൽ ലിൽ മുസല്ലീൻ. ഇനി രണ്ടാമത്തെ ഉദാഹരണം നോക്ക്. വലം യകുല്ലഹു കുഫുവൻ അഹദ്. ഇവിടെ വലം യകുല്ല എന്ന് മണിക്കൂല, യകുല്ല ഇദ്ഗാം ചെയ്തുകൊണ്ട് മണിക്കാതെ ഓതണം. യകുല്ല എന്ന ഓത്, ഈ നൂനിനെ ഓതണ്ട. വലം യകുല്ലഹു കുഫുവൻ അഹദ് എഴുതുമ്പോൾ വേണം, ഓത്തിൽ ഓതൂല. ഇവിടെയും എഴുതുമ്പോൾ ഇങ്ങനെ എഴുതണം, ഓതുമ്പം ലുൻ എന്ന് ഓതൂല. വൈലു ലി എന്നേ ഓതുള്ളൂ, ഒരു ലൊമ്മ ഉണ്ടാവുള്ളൂ. വൈലു. വലം യകുല്ലഹു കുഫുവൻ അഹദ്. ഇവിടെ എന്താ നിയമം? തൻവീൻ ഫതഹിൻ്റെ ശേഷം ആ വന്നു, അപ്പോൾ ഇദ്ഹാറാണ്, മണിക്കൂല. ഇനി ഫആലുൻ ലിമാ യുരീദ് എന്ന ഫആലുൻ ലിമാ യുരീദ് ഓതേണ്ടത് എങ്ങനെയാണ്? ഫആലു ലിമാ, ലുൻ എന്ന് ഓതാതെ ഒരു ലൊമ്മ്. ഫആലു ലിമാ യുരീദ്. ഇനി നോക്ക് ഒന്നുകൂടി. ഫഹുവ ഫീ ഈശത്തിൻ റാളിയ എന്നാ. ഇവിടെ ഈശത്തിൻ റാ എന്ന് മണിക്കൂല. എന്തേ കാരണം? തെൻവീൻ കസറിൻ്റെ ശേഷം റാ വന്നു. റാ ഇദ്ഗാമും ബിലാ ഗുന്നൻ്റെ അക്ഷരമാണ്, മണിക്കാതെ ഇദ്ഗാം ചെയ്യണം. അപ്പോൾ എങ്ങനെ ഓതുക? ഫഹുവ ഫീ ഈശത്തി റാളിയ. ഈശത്തി എന്നുള്ളിടത്ത് തീ നാക്കുക, ഒന്ന് വേണ്ട, ഒരു കസർ ഒഴിവാക്കുക. ഈശത്തി റാളിയ, ഫഹുവ ഫീ ഈശത്തി റാളിയ. ഇനി നോക്ക്. അയഹ്സബു അല്ലൻ യഖ്ദിറ അലൈഹി അഹദ്. ഇവിടെ അയഹ്സബു അല്ല, അല്ല ഉണ്ടോ, അല്ല എന്ന് എഴുതിയിരിക്കണത് അല്ല എന്നാണ് വായിക്കേണ്ടത്. കാരണം ഈ നൂനിൻ്റെ ശേഷം ലാ വന്നു. പിന്നെ അല്ലൻ യഖ്ദിറ ഇവിടെ മണിക്കണം. കാരണം എന്താണ്? നൂനിൻ്റെ ശേഷം, സാക്കിനായ നൂനിൻ്റെ ശേഷം യാ ആണ് വന്നത്. യാ ഇദ്ഗാമു ബിഗുന്നയാണ്, മണിച്ച് ശ്രദ്ധ ചെയ്തോതണം. ഇവിടെ അല്ല എന്നുള്ളിടത്ത് ഇദ്ഗാമു ബിലാ ഗുന്നയാണ്, ഇദ്ഗാം ചെയ്ത് ഉന്നത്തില്ലാതെ ഓതണം. അയഹ്സബു അല്ലൻ യഖ്ദിറ അലൈഹി അഹദ്. ഇനി ഇത് നോക്ക്. വൈലുൻ ലികുല്ലി ഹുമസത്തിൻ ലുമസ. വൈലുൻ ലികുല്ലി നാട്ടോ, ലികുല്ലി, കുല്ല നല്ല കുല്ലി. വൈലുൻ ലികുല്ലി ഹുമസത്തിൻ ലുമസന. ലുൻ ലീന ഇവിടെ ഒരു ലൊമ്മാക്കുക. വൈലുല്ലി കുല്ലി ഹുമസത്തിൻ എന്നുള്ളിടത്ത് ഒരു തീ നാക്കിയിട്ട് ലൂനാക്കുക. ഹുമസത്തിൽ ലുമസ.
ഇതാ ഇവിടെ താഴെ കണ്ടോ, വൈലുല്ലി കുല്ലി, വൈലുല്ലി കുല്ലി, ഇതവിടെ വൈലുല്ലി കുല്ലി. എഴുത്തിൽ ഇങ്ങനെ രണ്ട് ലമ്മുണ്ട്, വൈലുല്ലി കുല്ലി, അവിടെ മണിക്കൂല. ഇത് ആം ചെയ്തുകൊണ്ട് മണിക്കാതെ ഓതണം. അപ്പോൾ വൈലുല്ലി കുല്ലി, ഒരു ലൊമ്മ് മതി, ഒരു ലൊമ്മ് മതി. വൈലുല്ലി കുല്ലി, എന്തേ കാരണം? വൈലുല്ലി കുല്ലി ഹുമസത്തിൻ ലുമസ എന്നുള്ളിടത്ത് തെൻവി ലൊമ്മിൻ്റെ ശേഷം ലാമ വന്നത്. ലാമ് ഇത് ആമ ബിലാവുന്നെയാണ്. ഇവിടെ ഹുമസത്തിൽ ലുമസ എന്നുള്ളിടത്ത്, ഹുമസത്തിൽ ലുമസ എന്നുള്ളിടത്ത് എന്താണ്? തെൻവീൻ കസറിൻ്റെ ശേഷം ലാമാണ് വന്നത്, ലാമ്. അപ്പോൾ എന്ത് ചെയ്യൂല? മണിക്കൂല. ഇത് ആം ചെയ്ത് മണിക്കാതെ ഓതണം. മനസ്സിലായല്ലോ? ഇതാ ഫവൈലുൽ ലിൽ മുസല്ലീൻ വലം യകുൽ ലഹു കുഫുവൻ അഹദ് ഫഅാലുൽ ലിമാ യുരീദ് ഫഹുവ ഫീ ഐശതിർ റാദിയ അയഹ്സബു അല്ലൻ യഖ്ദിറ അലൈഹി അഹദ് വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ. അടുത്ത നിയമം, സാക്കിനായ നൂനിൻ്റെയും തെൻവീനിൻ്റെയും ശേഷം, സാക്കിനായ നൂനിൻ്റെയും തെൻവീനുകളുടെയും ശേഷം ഇഖ്ലാബിൻ്റെ അക്ഷരമായ ബാ വന്നാൽ എന്താക്കണം? ഇതാ വഅമ്മാ മൻ ബഖില വസ്തഗ്ന, ഇവിടെ കണ്ടോ സുക്കൂനുള്ള നൂനിന് ശേഷം ബാ വന്നു. ബാ ഇഖ്ലാബിൻ്റെ അക്ഷര. അപ്പോൾ ഈ നൂനിനെ മാറ്റി മറിച്ചിട്ട് മീമാക്കണം. ഇവിടെ അമ്മ മെൻ എന്നാ എഴുതിയിരിക്കുന്നത്, ഇവിടെ മം എന്നാ വായിക്കേണ്ടത്, മം. അതായത് മീമൂടെ കൊടുത്തിട്ടുണ്ടോ, ഇഖ്ലാബിൻ്റെ അടയാളാണ്. ഇനി മീം ഇല്ലെങ്കിലും ഇഖ്ലാബാന്ന് മനസ്സിലാക്കണം. കാരണം സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം ബാ വന്നത് കൊണ്ട് ഇഖ്ലാബാണ്. അപ്പോൾ ഇവിടെ നൂനിനെ മാറ്റി മറിച്ച് മീമാക്കണം. വഅമ്മാ മൻ ബഖില വസ്തഗ്ന. അടുത്ത ഉദാഹരണം നോക്ക്. യഖ്റുജു മിൻ ബൈനി സുൽബി വത്തറായിബ്. മിൻ ബൈനി, മിൻ ബൈനി, ഇവിടെ മിൻ എന്നാണ്. ഇവിടെ മിം എന്നാക്കണം, മീമിന് സുക്കൂനാക്കണം, മിം എന്ന ഓതണം, മിം. എന്തേ കാരണം? സുക്കൂനുള്ള നൂനിന് ശേഷം ഈ ബാ വന്നത് കൊണ്ട് ഇവിടെയും എന്ത് ചെയ്യണം? മീമാക്കണം. യഖ്റുജു മിൻ ബൈനി സുൽബി വത്തറായിബ്. അടുത്ത ഉദാഹരണം, യൗമഇദിൻ ബിമാ ഖദ്ദമ വഅഖർ. ഇവിടെ എഴുതിക്കുന്നത് എങ്ങനെയാണ്? യൗമഇദിൻ ബിമാന. ഓതേണ്ടത് എങ്ങനെയാണ്? യൗമഇദിൻ ബിമാന ഓതേണ്ടത്. മനസ്സിലാക്കൂ, ഇവിടെ യൗമഇദിൻ എന്ന എഴുതിയിരിക്കുന്നത്, ഓതേണ്ടത് യൗമഇദിൻ എന്ന, യൗമഇദിൻ ബിമ. എന്തേ കാരണം? തെൻവീൻ കസറിൻ്റെ ശേഷം ബാ വന്നു. അപ്പോൾ ഈ അക്ഷരത്തിനെ മാറ്റി മറിച്ച് മീമാക്കണം. യൗമഇദിൻ ബിമാ ഖദ്ദമ വഅഖർ. ഇനി നോക്ക് ഈ ഉദാഹരണം, ലനസ്ഫഅൻ ബിന്നാസിയ. എഴുതിക്കുന്നത് എങ്ങനെയാണ്? എഴുതിയത് എങ്ങനെയാണ്? ലനസ്ഫഅൻ ബിന്നാസിയ. ഇവിടെ ഓതേണ്ടത് എങ്ങനെയാണ്? ലനസ്ഫഅൻ ബിന്നാസിയ. ഇവിടെ മീമാക്കണം, സുക്കൂനുള്ള മീമാക്കണം. ലനസ്ഫഅൻ ബിന്നാസിയ, ഇതാണ് ഇഖ്ലാബ്. അപ്പോൾ എഴുതുമ്പം ഇങ്ങനെയാണ് എഴുതുക, ഓതുമ്പോൾ ഇതിനെ മീമാക്കണം, ഓതുമ്പോൾ ഇതിനെ മീമാക്കണം. യൗമഇദിൻ എന്നുള്ളത് യൗമഇദിൻ എന്നാക്കണം. ലനസ്ഫഅൻ എന്നുള്ളത് ലനസ്ഫഅം എന്നാക്കണം. കാരണം തെൻവീൻ ഫതഹിൻ്റെയോ കസറിൻ്റെയോ ലൊമ്മിൻ്റെയോ ശേഷം അല്ലെങ്കിൽ സാക്കിനായ നൂനിൻ്റെ ശേഷം ബാ വന്നാൽ
എന്ത് ചെയ്യണം? മാറ്റി മറിച്ച് മീമാക്കി മൊഴിയണം. അപ്പം നോക്ക്, വഅമ്മാ മൻ ബഖില വസ്തഗ്ന യഖ്റുജു മിൻ ബൈനി സ്സുൽബി വത്തറായിബ് യൗമഇദിൻ ബിമാ ഖദ്ദമ വഅഖർ ലനസ്ഫഅൻ ബിന്നാസിയ. അപ്പോൾ ഖുർആൻ ഓതിത്തരാനും പഠിക്കാനും ആഗ്രഹിക്കുന്ന ആളുകൾ ഇതാ ഈ 94 95 08 08 57 നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.